ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക് ബുക്ക് യൂസ് ചെയ്യുന്ന മാക് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു ന്യൂസ് ആയിരിക്കും. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ചെറിയ വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാക് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, അതിനകത്ത് എല്ലാ സാധനങ്ങളും ഭയങ്കര വിലയാണ്. അപ്പം നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുകൊടുത്തതിൽ അവർ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ അതിന് നല്ല കാശാവും. അപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുള്ളവർക്ക് അറിയാം, ആപ്പിളിൻ്റെ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ മിനിമം നമ്മൾ സർവീസ് സെൻറ്ററിൽ ആപ്പിളിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ 45,000 രൂപയാണ്. അപ്പോൾ ഈ 45,000 രൂപയുടെ സാധനം നമുക്ക് വെറും 9,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഹാപ്പി ആയില്ലേ? അത്രയ്ക്ക് ഹാപ്പി ആവണ്ട, കാരണം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശരി, അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിന് ഡിസ്പ്ലേക്ക് ഒരു ഇഷ്യൂ വന്നു. നമ്മുടെ ഡിസ്പ്ലേ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മേജർലി ഇത് ഇങ്ങനത്തെ ഗ്രെയിൻസ് വരും. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഔട്ട് ആവും, ചിലപ്പോൾ ഫുൾ ഗ്രീൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആകും. അപ്പോൾ ഡിസ്പ്ലേക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചെയ്ത് ശരിയാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അത് കാശ് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഈ 45,000 എന്നുള്ളത് ഭയങ്കര എമൗണ്ടാണ്. അപ്പോൾ 9,000 എന്നുള്ളൊരു എമൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരും അതിൽ ചെയ്തു പോകും. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ 9,000 ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ സർവീസ് ചെയ്ത് നമുക്ക് തരാമെന്നാണ് ഈ ചെറിയ സർവീസ് സെൻറ്റേഴ്സ് പറയുന്നത്. ആപ്പിൾ സർവീസ് സെൻറ്ററിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 45,000 രൂപ എന്തായാലും നമുക്ക് കൊടുക്കണം. അതിനകത്തൊരു ചേഞ്ചും ഇല്ല. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം, പക്ഷേ മിനിമം 45 ആ ഒരു റേഞ്ചിൽ വരും. അപ്പം നമ്മൾ ചെറിയ സർവീസ് സെൻറ്ററിൽ പോവുകയാണെങ്കിൽ, ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് അല്ലാത്ത സർവീസ് സെൻറ്ററിൽ പോവുകയാണെങ്കിൽ അവർ പറയും ഫ്രീ ആയി ഈ അഡീഷണൽ ഫീസൊന്നും ഇല്ലാതെ നമ്മുടെ ഇതൊന്ന് സർവീസ് ചെയ്ത് ഇതിൻ്റെ ഒരു ഫ്ലെക്സ് കേബിൾ എന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതിലൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് ശരിയാവും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അപ്പം മിക്കവരും നമ്മുടെ അടുത്ത് അതിന് വാറണ്ടി ഇല്ല, നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, അതായത് എത്ര ദിവസം വർക്ക് ചെയ്യുന്നുള്ളൊരു ഗ്യാരണ്ടി ഇല്ല എന്ന് ആരും പറയില്ല. നമ്മൾ ചോദിക്കുന്നവരുടെ അടുത്ത് അവർ പറയായിരിക്കും വാറണ്ടി ഇല്ല, പക്ഷേ വർക്ക് ചെയ്യുന്ന അവർ പറയുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ഇത്രയും വലിയൊരു എമൗണ്ട് വ്യത്യാസം വരുമ്പോൾ നമ്മൾ എന്തായാലും അത് ചെയ്തു പോകും. അപ്പോൾ അത് ചെയ്യരുത് എന്ന് പറയാനാണ് നമ്മൾ ഈ വീഡിയോ. കാരണം അത് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പം ഇത്രയും എമൗണ്ടിന് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു ഓപ്ഷൻ കണ്ടത്. അതായത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവും. പല യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുണ്ട് അങ്ങനെ. അവർക്കൊക്കെ അത് ശരിയായെന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിച്ചാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി, എനിക്ക് 9,500 സംതിങ് ആയി. എല്ലാം കൂടെ ശരിയാക്കി തന്നു. 2 മാസം വർക്ക് ചെയ്തു. ഇതിപ്പം 2.5-3 മാസമായി. 3ാമത്തെ മാസം തൊട്ട് ഇതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പിളിൽ പോയി ഈ 45,000 രൂപ എടുത്ത് ശരിയാക്കിയിരുന്നെങ്കിൽ മനസ്സിലായില്ലേ, എനിക്കിപ്പോൾ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. അപ്പം ഞാനതിന് വേണ്ടി ഈ 9,000 പോയി വീണുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം വന്നത്. അപ്പോൾ എനിക്ക് ആ 9,000 പോയി. അഡീഷണലായിട്ട് ഇനിയിപ്പോൾ എനിക്ക് മാറണമെങ്കിൽ ഇനിയിപ്പോൾ അഡീഷണൽ ഒരു 45. അപ്പോൾ 45 + 9 അറൗണ്ട് 55K നമ്മുടെ നിന്ന് പോകും. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ചോദിച്ച ആർക്കും ഇത് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ പല യൂട്യൂബ് വീഡിയോസിലും ഇത് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ പോയി ഇങ്ങനെ ഒരെണ്ണം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരാൾക്കെങ്കിലും ഗുണം ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. അത്രയേ ഉള്ളൂ. അപ്പം ഇനി ആപ്പിളിൻ്റെ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഓതറൈസ് സർവീസ് സെൻറ്ററിൽ പോയി ചെയ്യണം. ഇച്ചിരി പൈസ കൂടുതലായിരിക്കും, പക്ഷേ അത് വർത്താണ്. ഇപ്പം ബാക്കി 9,000 ആ റേഞ്ചിലേക്ക് പോയി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു 3 to 4 months അതിന് മുകളിൽ അത് പോകാൻ വഴിയില്ല. അപ്പം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും, ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട്. അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വിടാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.